ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പാമ്പ് കടി എപ്പോഴും ആർക്കും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പാമ്പിനെ പിടിക്കുന്ന ആളെന്ന് പറഞ്ഞ ഒരു പറമ്പിൽ കൂടെ നടന്നു പോകുമ്പോൾ പാമ്പ് കടിക്കില്ല എന്ന് പറയാൻ പറ്റും. സുരേഷ് അങ്ങനെ നടന്നു പോയപ്പോഴാണോ കടിയുണ്ട്? സുരേഷ് സർക്കസ് കാണിച്ചപ്പോഴാണ് എല്ലായിടത്തും കഴിഞ്ഞ ദിവസം നിങ്ങൾ സർക്കസ് എന്ന് പറയും, പാമ്പ് പിടിക്കുന്നവൻ അവന്റെ ജീവൻ നോക്കിക്കൊണ്ടാ പോകുന്നത്. അല്ലാണ്ട് എന്നെ ഇപ്പൊ പാമ്പ് പിടിച്ച് കടിക്കും ഞാൻ ചാവുന്ന ഓർത്തോണ്ട് അതിന്റെ വായിക്കാത്തോണ്ട് കാല് വെക്കുവോ? സുരേഷിന് അറിയാം. റോഷിനിക്ക് ഒരു മറുപടി കൊടുക്കേണ്ടത്. അവരെ രക്ഷിക്കാനാണ്, നമ്മുടെ പാമ്പിനെ രക്ഷിക്കാനാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മളൊരു രീതി പറയുന്നത്. നമ്മൾ ലൈസൻസിന്റെ കാര്യമല്ല പറയുന്നത്. നമ്മൾ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ അതെ, ആ രീതിയിൽ ചെയ്താൽ പോരെ. റോഷിനിക്ക് ഒരു മറുപടി കൊടുക്കേണ്ടത്. റോഷിനിയുടെ ഒരു 50ഓളം വീഡിയോസ് എന്റെ ഉണ്ട്. പുള്ളി ഇങ്ങനെ അണലിയൊക്കെ തൂക്കിക്കൊണ്ട് പോകുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. ശാസ്ത്രീയമായ രീതി പറഞ്ഞു തന്നിട്ടുള്ളതല്ലാതെ ഞാൻ ഇന്ന് വരെ പാമ്പിന്റെ തൊട്ടിട്ടില്ല. ഒരു പാമ്പിന്റെ തലയിൽ ഞാൻ തൊട്ടിട്ടില്ല. ഞാൻ ഹുക്ക് വെച്ച് മാത്രമേ ഞാൻ പാമ്പിനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളൂ. ഒരു കാര്യം കൂടെ നമുക്ക് അറിയണം. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വിഷം കുടിക്കുക. നിങ്ങൾ അതുകൊണ്ട് എന്ത് വിദ്യാഭ്യാസമാണ് മെസ്സേജ് എന്താണ്? എന്ത് കുടിക്കാന്ന് കേട്ടില്ല. കൊണ്ട് പൊതുജനത്തിന് കൊടുക്കുന്ന ഒരു ഇതെന്താണ്? നമ്മള് ബൈ ചാൻസിൽ ഇപ്പൊ നമ്മള് ഒരു കിണറ്റില് പാമ്പ് വീണാൽ കിണറ്റിൽ വെള്ളം ഉപയോഗിക്കാത്ത ആൾക്കാർ ധാരാളമുണ്ട്. കിണറ്റ് മൂടുന്ന സംഭവങ്ങൾ ഒരുപാട് ഞാൻ വേണേ കാണിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ അഥവാ നമ്മുടെ ശരീരത്തിൽ അതിനു വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഈ വെനം കൊണ്ട് വെള്ളം കിണറ്റി ഒഴിച്ചിട്ട് കാണിക്കാൻ പറ്റും. വേറൊരു സ്ഥലത്ത് നിന്ന് പിടിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കാണിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാക്കിയ ഡ്രൈവർ, നല്ല ഡ്രൈവർ അല്ല, ആക്സിഡന്റ് ആക്കിയ ആള്. ഏറ്റവും കൂടുതൽ കടി മേടിച്ച ആളല്ല ഏറ്റവും നല്ല പാമ്പ് പിടുത്തക്കാരൻ. 25 കൊല്ലമായിട്ട് ഇവിടെ പാമ്പ് പിടിക്കുന്ന ചോദിച്ചേട്ടനുണ്ട്, ഒരു കടി പോലും എടുത്തിട്ടില്ല. ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല റെസ്ക്യൂർ ആരാണ് എന്ന് ചോദിച്ചാൽ ജോയിച്ചേട്ടനാണ്. അപ്പൊ നിങ്ങളിപ്പോ ട്രെയിനിങ് കൊടുത്ത് പാമ്പ് കടി കേട്ടവരെയൊക്കെ മോശം എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളിപ്പോ കൊടുത്തവർക്ക് 100 പേർക്ക് 5 വർഷം കടി കിട്ടി. അവരെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? അവരെയൊക്കെ നിങ്ങൾ അടിച്ചു കേരളത്തിൽ നിന്ന് പോകാൻ പറയോ? ഈ 100 പേർക്ക് വിളക്കിനും അടിക്കുന്നതല്ല, ഇതൊരു തർക്കത്തിനും വിളക്കിനും അടിക്കുന്നതല്ല കേട്ടോ. ഇൻസിഡന്റ് ഉണ്ടാവാം. ഞാൻ 50 വർഷമായിട്ട് പാമ്പിനെ പിടിക്കുന്നു, അതുകൊണ്ട് നാളെ പാമ്പ് പിടിച്ച് ചാവൂല എന്നൊന്നും പറയാൻ പറ്റൂല. ഞാൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട് 50 കൊല്ലമായിട്ട്, നാളെ ആക്സിഡന്റ് ആവൂല എന്നൊന്നും പറയാൻ പറ്റില്ല. പാമ്പ് കടിയും ഡ്രൈവിംഗും എന്നൊക്കെ പറഞ്ഞാൽ ഏത് സമയത്തും ഈ രണ്ട് കാറ്റഗറിയിലും, അതായത് പാമ്പ് പിടുത്തമായാലും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ആയാലും, അല്ലെങ്കിൽ ഞാൻ 2 വീലർ ഡ്രൈവിംഗ് എന്ന് ഉദ്ദേശിക്കുന്നു, ഇതിൽ രണ്ടിലും ഒരു നിയമം വന്നിട്ടുണ്ട്. അതായത് പാമ്പ് പിടുത്താണെങ്കിൽ പ്രോപ്പറായിട്ട് സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഉപയോഗിക്കണം എന്നുള്ളതും, ഡ്രൈവിംഗ് ആണെങ്കിൽ ഹെൽമെറ്റ് ധരിച്ച് വാഹനം ഉപയോഗിക്കണം. പക്ഷേ ഹെൽമെറ്റ് ധരിച്ച് വാഹനം ഉപയോഗിച്ചിട്ടും ആളുകൾ മരിക്കുന്നില്ലേ? ഇഷ്ടംപോലെ ഇല്ലേ? ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് വാഹനാപകടം മൂലമല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.